നമ്മളിന്ന് കേരളീയത്തിൻ്റെ നേതൃത്വത്തിൽ പച്ചത്തുരുത്ത് കൂട്ടായ്മയും കോൾ ബേഡേഴ്സും തൃശ്ശൂർ ലേണിംഗ് സിറ്റിയും ചേർന്ന് ഇവിടെ ഈ സൂവിനുള്ളിലെ മരങ്ങൾ, ചിത്രശലഭങ്ങൾ, പക്ഷികൾ, ഇതിൻ്റെ അകത്ത് ധാരാളം മൃഗങ്ങളുണ്ട്. ഇപ്പോഴും കൊണ്ടുപോകാതെ ബാക്കിയായവരുണ്ട്, അല്ലെങ്കിൽ പോകാൻ മടിച്ചിവിടെ നിൽക്കുന്നവരുണ്ട്. അവരെ എല്ലാവരെയും പരിചയപ്പെടുകയാണ്. ആ പരിചയപ്പെടലിനായി ഇവിടെ എത്തിയിരിക്കുന്നത് ഈ സൂവിൻ്റെ മൃഗശാലയ്ക്ക് പരിസരത്തുള്ള വിവിധ സ്കൂളുകളിലെയും 2-3 കോളേജുകളിലെയും വിദ്യാർത്ഥികളാണ്. ആ വിദ്യാർത്ഥികളോടൊപ്പം അവരുടെ അധ്യാപകരും എത്തിയിട്ടുണ്ട്. ഓരോ സ്ഥാപനത്തു നിന്നും ഓരോ ആളും 2 പേരും വീതം എത്തിയിട്ടുണ്ട്. നമ്മളോട് ഈ പക്ഷികളെപ്പറ്റി, മരങ്ങളെപ്പറ്റി, ശലഭങ്ങളെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നത് VC ബാലകൃഷ്ണനാണ്. ഇവിടെ കേരളത്തിലെ നിരവധിയായ പരിസ്ഥിതി ആക്ടിവിസ്റ്റുകളുടെ, പ്രവർത്തകരുടെ, പ്രത്യേകിച്ച് വടക്കേ മലബാറിലെ സ്കൂളുകളിലെയും കോളേജുകളിലെയും ഒക്കെ ഒരു സസ്യശാസ്ത്രജ്ഞനായി അറിയപ്പെടുന്ന VC ബാലകൃഷ്ണനാണ് നമ്മളോടൊപ്പം ഉള്ളത്. VC ബാലകൃഷ്ണൻ സാറിനെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിവിടെ കൂടിയിരിക്കുന്നത് നേരത്തെ ഇവിടുത്തെ പച്ചത്തുരുത്ത് കൂട്ടായ്മയൊക്കെ നടത്തിയ പഠനം ഉണ്ട്. ഇവിടുത്തെ എത്ര തരത്തിലുള്ള ചെടികൾ, മരങ്ങൾ, വള്ളിച്ചെടികളൊക്കെ ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച്, അതുപോലെ ഇവിടെ കാണുന്ന ബട്ടർഫ്ലൈസ്, തുമ്പികൾ, അതിനെപ്പറ്റിയുള്ളൊരു പഠനം ഏതാണ്ട് നടത്തി കഴിഞ്ഞു. പക്ഷെ നമുക്ക് ആ പഠനത്തെ ബേസ് ചെയ്തുകൊണ്ട് ഇതിൽ ഇനി നമ്മൾ പറയുന്ന രീതിയിലുള്ള ഈ പാരിസ്ഥിതി വിരുദ്ധമായ, അല്ലെങ്കിൽ നമ്മുടെ ഈ മ്യൂസിയത്തിന് ചേരാത്ത രീതിയിലുള്ള എന്തെങ്കിലും രീതിയിലുള്ള കൺസ്ട്രക്ഷൻ, വെറുതെയുള്ള കൺസ്ട്രക്ഷൻ വരുമോ എന്നുള്ളൊരു ഭയം ഉള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുന്നറിയിപ്പ്, അല്ല വരാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എന്ന നിലയിലാണ് ഈ ഒരു കൂട്ടായ്മ പ്രവർത്തിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയാം, ഇപ്പോൾ ആഗോളതാപനത്തെക്കുറിച്ചില്ലേ ഒക്കെ പറയുന്ന സമയത്ത് ചൂട് കൂടിക്കൂടി വരികയാണ്. ഒരുപക്ഷേ നമ്മളെ മനുഷ്യരാശി, നമ്മളെ ഹോമോസാപ്പിയൻസ്, ആധുനിക മനുഷ്യൻ പിറന്നതിന് ശേഷം ഉള്ള ഏറ്റവും ചൂടുള്ള വർഷമായിട്ടാണ് 2025 നമ്മൾ കാണുന്നത്. അതിനെപ്പറ്റിയുള്ള ശാസ്ത്രീയ പഠനങ്ങൾ പറയുന്നത്. പരിസ്ഥിതിയെക്കുറിച്ച് ബോധം ഉണ്ടെന്ന് അഭിമാനിക്കും. നമ്മൾ കേരളം പോലുള്ള സംസ്ഥാനത്തും പല രീതിയിൽ അതിനെ ഇല്ലാതാക്കുന്ന രീതി, പച്ചപ്പിനെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പല രീതിയിൽ നടക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് പച്ചപ്പിനെക്കുറിച്ചുള്ളൊരു സാക്ഷരത, അല്ലെങ്കിൽ നമ്മളൊരു സസ്യ സാക്ഷരത നമുക്ക് കുറവാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വീട്ടുമുറ്റത്തുള്ള പല മരങ്ങളും, വളരെ കോമൺ ആയിട്ട് കാണുന്ന മരങ്ങളെയും ചെടികളൊന്നും നമുക്ക് അറിയില്ല. അപ്പോൾ അതുകൂടിയുള്ളൂ. പച്ചപ്പിൻ്റെ പ്രാധാന്യം നമുക്കറിയാം അല്ലേ. പച്ചപ്പുള്ള അല്ലെങ്കിൽ ഹരിതകം അടങ്ങിയിരിക്കുന്ന ജീവജാതികളായ സസ്യങ്ങൾക്ക് മാത്രമേ സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കാനുള്ള ടെക്നോളജി അറിയുകയുള്ളൂ ഇല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭൂമിയിൽ മൊത്തം ജീവനെ നിലനിർത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതാണ് സസ്യങ്ങൾ എന്ന് പറയുന്നത്. അതുകൂടാതെ ഭൂമിയിലെ ജീവൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ റേച്ചൽ കാർസനൊക്കെ കേട്ടിട്ടുണ്ടാകും ഇല്ലേ. റേച്ചൽ കാർസൻ്റെ പുസ്തകത്തിൽ ദി സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം തുടങ്ങുന്നത് തന്നെ അതിൻ്റെ ആദ്യ പേജിൽ തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ലോകത്തിൽ അല്ലെ ഭൂമിയിലെ ജീവൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ജീവജാതികളും അവയുടെ സ്വാഭാവികമായ ജീവജാതികൾ തമ്മിലും ജീവജാതികളും അവയുടെ പരിസ്ഥിതിയും തമ്മിലുള്ള ഇൻ്ററാക്ഷൻ്റെ ചരിത്രമാണ് എന്ന് അവർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ദി ഹിസ്റ്ററി ഓഫ് ലൈഫ് ഓൺ ദി എർത്ത് ഹാസ് ബീൻ ദി ഹിസ്റ്ററി ഓഫ് ദി ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ ലിവിങ് തിങ്സ് ആൻഡ് ഇറ്റ്സ് എൻവയോൺമെൻറ്റ് എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തുടങ്ങുന്നത് ഏകദേശം ഇതേ രീതിയിലാണ്. നാളിതുവരെ നിലനിന്നു പോരുന്ന സമുദായങ്ങളുടെ ചരിത്രം വർഗ്ഗസമരത്തിൻ്റെ ചരിത്രമാണെന്നാണ്, ആ രീതിയിലാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തുടങ്ങുന്നത്. ദി ഹിസ്റ്ററി ഓഫ് ഹിതർ ടു എക്സിസ്റ്റിംഗ് സൊസൈറ്റീസ്, ദി ഹിസ്റ്ററി ഓഫ് ക്ലാസ് വാർ, ഏതാണ്ട് അതേ സ്റ്റൈലിൽ തന്നെയാണ് റേച്ചൽ കാർസൺ പറഞ്ഞു വെച്ചിരിക്കുന്നത്. നമ്മുടെ ഓരോ മരങ്ങളെയും ചെടികളെയും പരിചയപ്പെടുന്ന രീതിയിലുള്ള ഒരു നടത്തം ആണ് ഉദ്ദേശിക്കുന്നത്, ഒരു ഫീൽഡ് ട്രിപ്പ് എന്ന നിലയിൽ. അതിലെല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ഒരു മരം വെച്ചിട്ട് തുടങ്ങാം. ഇതെല്ലാവർക്കും അറിയാം, ഏതാ? മാവ് ഇല്ലേ. മാവ് നമ്മുടെ നാട്ടുകാരനാണ്. അതിൻ്റെ മേലെ ഞാൻ ഈ പറഞ്ഞ ഇത്തിക്കണ്ണിയുണ്ട്, കണ്ടോ? മാവിത്തിക്കണ്ണി എന്നൊക്കെ പറയും. ഇത്തിക്കണ്ണി ഇത് ഒരു കൃഷി വകുപ്പിലെ ആൾ കണ്ടു കഴിഞ്ഞാൽ ഇത് മുഴുവൻ വെട്ടിമാറ്റണമെന്ന് പറയും. കാരണം അവരെ കാഴ്ചപ്പാടിൽ ഇതിൻ്റെ പരാത സസ്യമാണ്. പരാത സസ്യമാണെങ്കിൽ കൂടിയും, അല്ലെങ്കിൽ പുസ്തകങ്ങൾ അങ്ങനെ പറയുന്നെങ്കിൽ കൂടിയും
ഈ ഇത്തിക്കണ്ണിയിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ കേരളത്തിൽ കാണുന്ന 3 തരം ഇത്തിക്കണ്ണിക്കുരുവികളുടെ പ്രധാന ഭക്ഷണം ഇത്തിക്കണ്ണിയാണ്. ഇത്തിക്കണ്ണിയുടെ വിത്ത് വിതരണം നടത്തുന്ന ഇത്തിക്കണ്ണിക്കുരുവികളാണ്. അതുകൂടാതെ നമ്മളെ ചിത്രശലഭങ്ങളിൽ റോയൽ ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞാൽ ഉണ്ട്. നമ്മളെ നീലി ശലഭങ്ങൾ എന്ന് പറയുന്നത് ലൈക്കിനിഡേ എന്ന് പറയുന്ന കുടുംബത്തിൽ വരുന്ന ചെറിയ അതിൻ്റെ ചിറകിൽ നീല കലർന്ന അടയാളങ്ങളിലല്ല നീലിമ ഉള്ള ശലഭങ്ങളുണ്ട്. ആ ശലഭങ്ങളിൽ ഒരു 5-6 റോയൽ ശലഭങ്ങളാണ്. നീലാംബരി എന്ന് മലയാളത്തിൽ പേരോട് ഇരിക്കുന്ന പീകോക്ക് റോയൽ ഉണ്ട്. അതുപോലെ ഒരു ബാൻഡുള്ള പട്ടാമ്പരി എന്ന് പേര് കൊടുത്തിരിക്കുന്ന ബാൻഡഡ് റോയൽ, അതുപോലെ വൈറ്റ് റോയൽ, സിൽവർ റോയൽ, ടഫ്റ്റഡ് റോയൽ, ഇങ്ങനെയുള്ള ഒരു 5-6 റോയൽ ശലഭങ്ങൾ മുട്ടയിടുന്നത് ഈ ചെടിയിലാണ്. ഇത്തിക്കണ്ണി നമ്മൾ മുഴുവൻ എല്ലാ മാവിൽ നിന്നും എല്ലാ ചെടികളിൽ നിന്നും വെട്ടി മാറ്റിക്കഴിഞ്ഞാൽ ഇത്തിക്കണ്ണിക്കുരുവികൾക്ക് ഭക്ഷണമില്ലാതായിത്തീരും. റോയൽ ശലഭങ്ങൾക്ക് മുട്ടയിടാനുള്ള ചെടിയില്ലാതെ റോയൽ ശലഭങ്ങളില്ലാതായിത്തീരും. വിലാസിനി എന്ന് പറയുന്ന ചിത്രശലഭം, ജെസിബൽ എന്ന് പേര് കൊടുത്തിരിക്കുന്ന ഇംഗ്ലീഷിൽ ജെസിബൽ എന്നറിയപ്പെടുന്ന ചിത്രശലഭവും മുട്ടയിടുന്ന ഇതിലാണ്. അതൊരു എപ്പിഫൈറ്റാണ്. എപ്പിഫൈറ്റ് എന്ന് പറഞ്ഞാൽ നിൽക്കാനുള്ള സ്ഥലം, അതിൽ നിന്ന് ചൂഷണം നടത്തുന്നില്ല, അതിൽ നിന്ന് ആഹാരം വലിച്ചെടുക്കുന്നൊന്നുമില്ല, നിൽക്കാനുള്ള സ്ഥലം മാത്രമേ ചോദിക്കുന്നുള്ളൂ. ചിലപ്പോൾ ചില സമയത്ത് കുറച്ച് അഗ്രസീവായിട്ട് ചിലപ്പോൾ ആ മരത്തെ കുറച്ച് ബുദ്ധിമുട്ടിച്ചേക്കാം. ആലിൻ്റെ വർഗ്ഗത്തിൽപ്പെടുന്ന കല്ലിത്തി എന്ന് പറയുന്ന ചെടിയാണ്. അതിന് പഴയ പേര് ഫൈക്കസ് ഗിബ്ബോസ എന്നാണ്, ഗിബ്ബോസ്റ്റ്. 2 ഭാഗം സാധാരണ ഒരു ഇലയെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2 ഭാഗം സിമെട്രിക്കലായിരിക്കും, ഒരേപോലെ ആയിരിക്കും. ഇത് അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമാണ്. അതിന് മേലെ പടർത്തിയിരിക്കുന്നത് നമ്മളെ നാട്ടുകാരനല്ലെങ്കിലും അതൊരു എപ്പിഫൈറ്റാണ്. അത് ഈ മരത്തിൽ നിന്ന് ആഹാരം വലിച്ചെടുക്കുന്നില്ല. അതൊരു അലങ്കാര സസ്യമായിട്ട് മോൺസ്റ്റിറ എന്ന് പറയുന്ന ഒരു ചെടിയാണ്. മോൺസ്റ്റിറ ഡെലീഷ്യോസ എന്ന് പറയുന്ന ചെടിയാണ്. ഇതിനോട് സാമ്യമുള്ള നമ്മുടെ നാട്ടുകാരനായ ചെടിയുണ്ട്, ഒടയാർ വള്ളി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അപ്പോൾ അങ്ങനെയുള്ള ചെടി റാഫിഡോഫർ പട്ടൂസ എന്നൊക്കെ പറയുന്നത്. ആ മരത്തിൻ്റെ തടിയിൽ നോക്കി പലതരം ഉറുമ്പുകളുണ്ടാവും അല്ലേ. ഉറുമ്പുകളെക്കുറിച്ച് നമുക്ക് കേരളത്തിലധികം പഠനങ്ങളില്ല. തിരുവനന്തപുരത്തെ കലേഷും മനോജ് അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ മാത്രമാണ് ഈ ഉറുമ്പുകളെക്കുറിച്ച് കൂടുതൽ പഠനം. ഉറുമ്പുകൾക്കും വളരെ പ്രാധാന്യമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ജീവികളെന്നാണ് ഉറുമ്പുകൾ. ജൈവവൈദ്യത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന എഡ്വേർഡ് ഒ വിൽസൺ ഉണ്ട്. വിൽസനും മറ്റൊരാളും ചേർന്നിട്ടുള്ള ഒരു പുസ്തകമുണ്ട്, ആൻ ഹിൽ എന്ന് പറഞ്ഞിട്ട്. അതുകൂടാതെ ഏറ്റവും കൂടുതൽ വിൽസൺ ഉന്നയിക്കുന്ന ഒരു ഇതെന്ന് പറയുന്നത് നമ്മൾ ലോകത്തിലെ മുഴുവൻ ആളുകളെയും ഒരു തുലാസിൻ്റെ തട്ടിൽ വെച്ചിട്ട് തുലാസിൻ്റെ മറ്റേ തട്ടിൽ ലോകത്തിലെ മുഴുവൻ ഉറുമ്പുകളെയും വെച്ച് കഴിഞ്ഞാൽ ഏത് തട്ട താവുകയാണെന്നാ ഉറുമ്പുകളുടെ തട്ടായിരിക്കും താവ്. അത്രമാത്രം പ്രധാനപ്പെട്ട, അത്രമാത്രം വൈവിധ്യമുള്ള, അത്രമാത്രം പോപ്പുലേഷനുള്ള ഒരു ജീവിവർഗം കൂടിയാണ് ഉറുമ്പുകൾ എന്ന് പറയുന്നത്. നമ്മൾ കാണുമ്പോൾ നിസ്സാരന്മാരും മാത്രമല്ല നമുക്ക് പലതരം ബുദ്ധിമുട്ടാണ്, ഉറുമ്പ് കടിക്കും ഇല്ലേ. അതുപോലെ നമ്മൾ ഇവിടെ ഇപ്പോൾ സൂ ഇല്ലേ, നമ്മൾ വന്യമൃഗങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ വരുന്നത്. വന്യജീവികൾ എന്ന് പറഞ്ഞാൽ വലിയ ജീവികൾ മാത്രമല്ല, നമ്മൾ വളർത്താത്തതോ മെരുക്കാത്തതോ ആയ എല്ലാ ജീവജാലങ്ങളും, ഉറുമ്പായാലും കൊതുകായാലും മറ്റ് ഫംഗസുകൾ, ഇതൊക്കെ വന്യജീവികളാണ്. അപ്പോൾ വന്യജീവികളുടെ സംരക്ഷണത്തിന് വേണ്ടി എന്ന് പറയുമ്പം ഈ കാട്ടുപോത്ത്, വലിയ കടുവ, പുലി, കരടി, ആന അതുമാത്രമല്ല, അതാണ് നമ്മളെ പണ്ടേ തെറ്റിദ്ധരിപ്പിച്ച പുസ്തകങ്ങളിൽ കൂടി നമുക്ക് ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. വന്യജീവികൾ എന്ന് പറഞ്ഞാൽ വന്യജീവി നിയമത്തിൻ്റെ ഈ തുടക്കത്തിൽ തന്നെ അതിൻ്റെ ആമുഖത്തിൽ തന്നെ പറയുന്നത് മനുഷ്യൻ മെരുക്കാത്തതോ വളർത്താത്തതോ ആയ ജീവികളെയാണ് വന്യജീവികൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ സംരക്ഷിക്കാനുള്ള നിയമമാണ് 1972 ഉണ്ടാക്കിയിരിക്കുന്നത്. തേക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. തേക്ക് റെയിൽ പാളങ്ങൾ ഉണ്ടാക്കുന്നതിനൊക്കെ ബ്രിട്ടീഷ് ഭരണകാലത്ത് തോട്ടങ്ങളായിട്ട് വെച്ച് പിടിപ്പിച്ചാണ്. ഇപ്പോഴും വനം വകുപ്പ് തോട്ടങ്ങളായിട്ട് ടീക്ക് പ്ലാന്റേഷൻ എന്ന രീതിയിൽ അവർക്ക് ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അത് നമുക്കറിയാം. ഈ ഒരു മരം നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. കല്യാണ മണ്ഡപങ്ങൾക്ക് മുമ്പിലൊക്കെ കുത്തനെ വളരുന്ന ഇലകളിങ്ങനെ ഡ്രൂപ്പ് ചെയ്ത് നിൽക്കുന്ന, കുറച്ച് തൂങ്ങി നിൽക്കുന്ന രീതിയിലായിരിക്കും. അതുകൊണ്ട് ഇതിൻ്റെ കോമൺ ആയിട്ട് ഇംഗ്ലീഷിൽ പറയുന്ന പേര് ഡ്രൂപ്പിംഗ് അശോക എന്നാണ്. അശോകവുമായി ബന്ധമില്ല, വേറെ കുടുംബക്കാരനാണ്. അപ്പോൾ ഇത് നമ്മുടെ ആത്ത എന്ന് പറഞ്ഞാൽ അറിയില്ല, സീതപ്പഴം, രാമപ്പഴമൊക്കെ ഇല്ലേ, അതിൻ്റെ കുടുംബത്തിൽ വരുന്നതാണ്. അനോണേസിയ എന്ന് പറയുന്ന കുടുംബത്തിൽ വരുന്നതാണ്. പോളിയാൽത്തിയ ലോഞ്ചിഫോളിയ എന്ന് പറയും. ലോഞ്ചിഫോളിയ എന്ന് പറഞ്ഞാൽ നീളമുള്ള ഇല. ഇതിലും 2-3 ചിത്രശലഭങ്ങൾ മുട്ടയിടുന്നുണ്ട്. നാട്ടുകൊടുക്ക, നീലക്കൊടുക്ക, ടെയിൽഡ് വിറവാലൻ, ഇങ്ങനെയുള്ള 3-4 ശലഭങ്ങൾ ഇതിൽ മുട്ടയിട്ട് വളരാറുണ്ട്. വൃക്ഷങ്ങളെ നമ്മൾ പഴയ ഒരു കൺസെപ്റ്റ് പ്രകാരം
3 തരമായിട്ട് മാറും. ഒന്ന് സർവ്വസാര വൃക്ഷം, മുഴുവൻ കാതിലുള്ളത്, പിന്നെ നിസ്സാര വൃക്ഷങ്ങളുണ്ട്, കാതിലില്ലാത്ത സോഫ്റ്റ് വുഡ്, പിന്നെ അതിനിടയിലുള്ള സാരമുണ്ട്. അപ്പോൾ ഇത് സർവ്വസാരം ഏറ്റവും നല്ല ഫർണിച്ചർ ഉണ്ടാക്കാനും തടിയായിട്ട് ഉപയോഗിക്കാനും ഒക്കെ നമ്മൾ അങ്ങനെയുള്ള ഉപയോഗം കണ്ടാലും, പിന്നെ അത് ചെയ്യുന്ന ഒരുപാട് മറ്റ് സേവനങ്ങളുണ്ട്. VT എന്നാണ് പറയുക, ET അല്ലെങ്കിൽ VT, ഡാൽബർജിയ ലാറ്റിഫോളിയ എന്ന് പറയും. ലാറ്റിഫോളിയ എന്ന് പറഞ്ഞാൽ വീതിയുള്ള ഇലയുള്ളത്. അതിൻ്റെ ഇവിടെ നിങ്ങൾ ഇല കട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ, അതിലൊരു ലാർവയെ ഉണ്ടാക്കാം. ഏതെങ്കിലും നിശാശലഭത്തിൻ്റെ ലാർവയാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും സ്പൈഡർ ആയിരിക്കാം, പൊട്ടിച്ച് നോക്കുന്നില്ല അതുകൊണ്ട്. പിന്നെ ഇതിൽ തന്നെ വളരുന്ന ചില ബ്ലാക്ക് ആംഗിൾ എന്നൊക്കെ പറയുന്ന ചില ചിത്രശലഭങ്ങളുടെ ലാർവകൾ ഇതിൻ്റെ ഇലയാണ് തിന്നിട്ട് അതിൽ തന്നെ ഒളിച്ചിരിക്കും. നമ്മളെ വീട്ടുപറമ്പിൽ ഏതൊക്കെ ചെടികൾ വെക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല, ആരാ? നഴ്സറിക്കാരാ. ലാൻഡ്സ്കേപ്പ് ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരും നഴ്സറിക്കാരും തമ്മിലുള്ള ഒരു അച്ചുതണ്ടുണ്ട് അല്ലേ. നഴ്സറിയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളിപ്പം മിക്കവാറും എല്ലാ വീട്ടിലും ചെന്ന്, പണ്ടത്തെ വീടുകളിലുണ്ടായിരുന്ന ചെടികളൊന്നുമില്ല, അതൊക്കെ വെട്ടിമാറ്റിയിട്ടുണ്ടാകും. എന്നിട്ട് നഴ്സറിക്കാർ കൊണ്ട് ഇപ്പം ട്രെൻഡ് ബോഗൻവില്ലൊക്കെ ബോഗൻവില്ലയാണ് ഇപ്പം പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ ഭൂമി ചൂടാകാതെ നിലനിർത്താനും ലാൻഡ്സ്കേപ്പ് ഡിസൈനിങ്ങിനും കുറച്ച് കലാപരമായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ലോൺ ഉണ്ടാക്കുന്നില്ലേ, ലോൺ വാങ്ങിയിട്ടൊക്കെ ലോൺ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് ഇല്ലേ. അപ്പോൾ അതിനൊക്കെ പകരം അത് ഓസ്ട്രേലിയൻ ഗ്രാസാണ്, അതിന് വിഷമടിക്കണം, എന്നാലേ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വലിയ പാടുണ്ട്. ഇപ്പോൾ അത് അവർ മാറ്റിയിട്ട് അതിപ്പോൾ എരുമപ്പുല്ലാക്കിയിട്ടുണ്ട്, പുഴയോരത്ത് കാണുന്നത്. അതേപോലെ ഇതിനെ കൊണ്ട് ലോൺ ഉണ്ടാക്കാം, വെയിൽ കിട്ടുന്ന സ്ഥലമാണെങ്കിൽ. ഇത് ചെറിയ പുല്ല് എന്ന് പറഞ്ഞാൽ പക്ഷി, ചെറിയ പുള്ളിൻ്റെ കാലടി പോലെ ഉണ്ട് ഇല്ലേ. 3 കാലിനെ സങ്കല്പിച്ച് നോക്കിക്കോ, 3 കാലിങ്ങനെ നിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു അടയാളം കിട്ടൂലേ. അതുകൊണ്ട് ഇതിന് ചെറുപുള്ളടി എന്ന് മലയാളം പേരുണ്ട്. ചെറുപുള്ളടി നിലത്ത് പരണ്ട് വളരുന്നതുകൊണ്ട്, ചെറുതായിട്ട് വളരുന്നതുകൊണ്ട്, പറ്റി വളരുന്നതുകൊണ്ട് നിലം പരണ്ട എന്നും പേരുണ്ട്. നിലം പരണ്ട അല്ലെങ്കിൽ ചെറുപുള്ളടി. ഇതിൻ്റെ പൂവിലും ചെറിയ ചില ചിത്രശലഭങ്ങളൊക്കെ തേൻ കുടിക്കാൻ വരും, ഒരുപാട് മറ്റ് ജീവികൾ വരും, നിലത്ത് പറ്റി വളരും. ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു ധർമ്മം എന്ന് പറയുന്നത്, ഒരു പക്ഷേ ഭൂമിയെ ചൂടാകാതെ സംരക്ഷിക്കുന്ന ഒരു കവചമായിട്ട്, പുൽവർഗ്ഗ ചെടികളെ പോലെ തന്നെ ഒരു കവചമായിട്ട് പ്രവർത്തിക്കുന്നു. ഇത് പയർവർഗ്ഗ ചെടിയാണ്. പയർവർഗ്ഗ ചെടികളുടെ പ്രത്യേകത നിങ്ങൾക്കറിയാം, നൈട്രേൻ ഫിക്സ് ചെയ്യാനുള്ള കഴിവുണ്ട് അല്ലേ. ആ ഗ്രൂപ്പിൽ വരുന്ന, ഇപ്പോൾ ഫാബേസിയ എന്ന് പറയുന്ന സസ്യകുടുംബത്തിൽ വരുന്നതാണ് ചെറുപുള്ളടി അല്ലെങ്കിൽ നിലം പരണ്ട. പിങ്ക് കളറിലൊരു ചെറിയ പൂവുണ്ടാകും. ഇതിൻ്റെ വേറെ സാധനങ്ങളും ഉണ്ട്, ഇതിൻ്റെ കുറച്ചും കൂടി വലുപ്പം കൂടിയ സാധനങ്ങളൊക്കെ. ഇതിനോട് സാദൃശ്യമുള്ള പുളിയാറില എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് പലരും നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാത്തതുകൊണ്ട് അതിനെ ഇതാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് അല്ലേ. പുളിയാറില കുറച്ചും കൂടി വ്യത്യസ്തമാണ്. 3 ലീഫ്ലെറ്റ് ഉണ്ടായിരിക്കും. പാതയോര വൃക്ഷമായിട്ട്, പ്രത്യേകിച്ച് കുറച്ച് നല്ല രീതിയിൽ കുറച്ച് പടർന്ന് വളരുന്ന രീതിയിൽ പാതയോര വൃക്ഷമായിട്ട് വെച്ച് പിടിപ്പിക്കുന്ന ഒന്നാണ്. നല്ല ഭംഗിയുണ്ടായിരിക്കും. അതിനുവേണ്ടി അതായത് വിദേശത്ത് നിന്ന് വരുന്ന മരങ്ങളെ മുഴുവൻ നമ്മൾ എതിർക്കുന്നില്ല. അതിന് ഇവിടെ അധിനിവേശം നടത്തുന്നുണ്ട്. ഇവിടെ മറ്റ് സസ്യങ്ങൾക്ക് ഭീഷണിയുള്ള രീതിയിൽ നിങ്ങൾക്ക് സെന്ന സ്പെക്ടാബിലിസ് എന്ന് പറഞ്ഞാൽ ഒരു കൊന്നയെക്കുറിച്ച് കേട്ടിരിക്കും. വയനാട് ഭാഗത്തൊക്കെ വെച്ച് പിടിപ്പിക്കും, കൊന്ന നിലയിൽ വെച്ച് പിടിപ്പിച്ചിട്ട് മാറിപ്പോയത്. ഇപ്പോൾ മഞ്ഞക്കൊന്ന എന്ന് പറയുന്ന സാധനം, രാക്ഷസക്കൊന്ന എന്നൊക്കെ പറയുന്ന, അതിരക്കൊന്നൊക്കെ, ഭയങ്കര ഇത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മരമാണ് നമ്മൾ പാതയോരങ്ങളിലൊക്കെ പണ്ട് മുതലേ വെച്ച് പിടിപ്പിക്കുന്നത്. ഡിബി എന്നാണ് പേര്. ഇപ്പോൾ നമ്മുടെ പയർവർഗ്ഗ ചെടിയിൽ വരുന്നത്. നമ്മൾ പല പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അവന്യൂ ട്രീ ആയിട്ട് പാതയോര വൃക്ഷങ്ങളായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാകും. അങ്ങനെയുള്ള ഒന്നാണ് ടബേബൂയ എന്ന് പറയുന്ന ഒരു മരം. ബാംഗ്ലൂരിലൊക്കെ, ഇപ്പോഴും നമ്മൾ കേരളത്തിലും പല സ്ഥലത്തും, കാക്കനാട് ഭാഗത്ത് ഇൻഫോ പാർക്കിൻ്റെ ഭാഗത്തൊക്കെ കാണുന്നുണ്ട്. ഇവിടെ തൃശ്ശൂരിലും പല സ്ഥലത്തും കാണുന്നുണ്ട്. പാതയോര വൃക്ഷമായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. നല്ല പിങ്കും ഉണ്ട്, യെല്ലോ ഉണ്ട്, പല രീതിയിലുള്ള കളറുണ്ട്. കോളിഫ്ലോറി എന്ന് പറയും, തടിയിൽ നിന്ന് പൂവുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു മരമാണ് നമ്മുടെ സ്വാഭാവികമായി നമ്മുടെ കേരളത്തിലും പശ്ചിമഘട്ട മേഖലയിലും കാടുകളിലൊക്കെ കാണുന്ന, ഇന്ത്യയിൽ എല്ലായിടത്തും കാണുന്ന ഒന്നാണ് പ്ലാവ് എന്ന് പറഞ്ഞാൽ. പല ഉപയോഗത്തിലുള്ള അല്ലേ, പ്ലാവ് ജയനൊക്കെയാണ് അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത്. തടിക്കച്ചവടക്കാർക്ക് ഇത് തീരെ ഇഷ്ടപ്പെടില്ല. കാരണം എന്താ, നല്ല തടി കിട്ടില്ല ഇല്ല. ഇങ്ങനെ പല രീതിയിൽ അതിൻ്റെ ഷേപ്പൊക്കെ മാറിപ്പോയി, തടിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അപ്പോൾ അതിന് വില കിട്ടില്ല. പക്ഷേ നേരെ മറിച്ച് അത് നല്ല ഈ രീതിയിലെല്ലാം വളർച്ചയൊന്നും ഇല്ലെങ്കിൽ ഭയങ്കര വില കിട്ടേണ്ടതാണ്. പക്ഷെ ഇത് ഇങ്ങനെയുള്ളൊരു സംവിധാനം ഉള്ളതുകൊണ്ട് ഇതിൻ്റെ തൊലിക്ക് ഇടയിലൊക്കെ ഒരുപാട് ഉറുമ്പുകൾ, സ്പൈഡേഴ്സ്, നമ്മൾ ചിലന്തികളില്ലേ, നമ്മൾ ചിലന്തികളുടെ പഠനം ഇവിടെ അധികം നടന്നിട്ടില്ല.
കേരളത്തിൽ 676 തരം ചിലന്തികൾ കേരളത്തിലുണ്ട്. ചിലന്തികളുടെ പഠനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒന്നോ രണ്ടോ വളരെ കുറച്ച് ചിലന്തികൾ മാത്രമേ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മളെ സഹായിക്കുന്ന. നിങ്ങളെ വീട്ടിൻ്റെ അടുക്കളയിൽ നോക്കിക്കഴിഞ്ഞാൽ, രാത്രി നോക്കിക്കഴിഞ്ഞാൽ കിച്ചൺ ക്യാബിനറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അറകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ പാത്രങ്ങളൊക്കെ വീട്ടിൽ വരുന്ന ആളുകൾ കാണാതിരിക്കാൻ വേണ്ടി പൊത്തി വെക്കാൻ വേണ്ടിയിട്ട്, മൂടി വെക്കാൻ വേണ്ടിയിട്ട് ഇല്ലേ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂറ എന്ന് ഇവിടെ പറയാം, പാറ്റ, കോക്രോച്ച് ധാരാളം ഉണ്ടാകും. ആ കോക്രോച്ചിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സ്ഥലത്ത് തന്നെ വലിയ സ്പൈഡറിനെ കാണാം, വലിയ എട്ടുകല. ആ എട്ടുകലയുടെ പേര് തന്നെ പണ്ട് ജയൻറ്റ് ക്രാബ് സ്പൈഡർ എന്ന് പറഞ്ഞു, ഇപ്പോൾ ഇതിൻ്റെ പേര് കോക്രോച്ച് സ്പൈഡർ എന്നാണ്. കോക്രോച്ചിനെ പ്രധാനമായിട്ടും പിടിക്കുക. അപ്പം അങ്ങനെ ഒരുപാട് മറ്റ് പ്രാണികൾ അധികമായി മാറുമ്പോഴാണ് നമ്മളെ കീടങ്ങൾ എന്ന് പറയുക. അപ്പോൾ അതിനെ പ്രാണികളൊക്കെ കൺട്രോൾ ചെയ്ത് അതിൻ്റെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത് ഇത്തരം പ്രിഡേറ്റേഴ്സ് ആയിരിക്കുന്ന എരപിടിയന്മാരായ പ്രാണികളുമുണ്ട്. അതുപോലെ ഈ അരാക്നിഡേ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട എട്ടുകാലികളും ഉണ്ട്. നമ്മളെ പൂവാങ്കുരുന്നില അല്ലേ, പൂവാങ്കുരുന്നില നമ്മുടെ ദശപുഷ്പം എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം ഉണ്ട്? 10 അല്ലേ. 10 ചെറിയ ചെടികളെയാണ് അല്ലേ, ഹെർബ്സ്, ഔഷധി വർഗപ്പെട്ട ഔഷധമായിട്ട് ഉപയോഗിക്കുന്ന മറ്റ് നമ്മുടെ പല ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ചെടികളെയാണ് നമ്മൾ ദശപുഷ്പങ്ങൾ എന്ന് പറയുന്നത്. അതിലുള്ള ഒന്നാണ് ഇത് ചട്ടീൻ്റെ ഉള്ളിലുള്ള ഇഞ്ചിയുടെ ഒന്നിച്ചുള്ളത് പൂവാങ്കുരുന്നില, പൂവാങ്കുരുന്തൽ സിനിമാ പാട്ടിലും കവിതയിലൊക്കെ കാണാം അല്ലേ. നമ്മുടെ ആൾക്കാർ ഷുഗർ, പ്രഷർ, ക്യാൻസർ ഇത് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ, നിങ്ങൾ വിദഗ്ധരായ വൈദ്യന്മാരോ നാട്ടുവൈദ്യനോ ഡോക്ടറോ എന്ന് പറഞ്ഞ ആൾക്കാർ പറയുന്നത് മുഴുവൻ അപ്പടി വിഴുങ്ങി ഇല്ലേ. അങ്ങനെ വിഴുങ്ങുന്ന ഒരു ചെടിയാണ് മുള്ളാത്ത ഇല്ലേ, ലക്ഷ്മി തരു. ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഇത് അരച്ച് കലക്കി കുടിച്ചാൽ മതി, അല്ല മുള്ളാത്ത തിന്നാൽ മതി എന്ന് പറഞ്ഞാൽ മുഴുവൻ ആൾക്കാരും അത്. അങ്ങനെ ഒരുപാട് ആൾക്കാർ കോടിക്കണക്കിന് രൂപ സമ്പാദിച്ച നഴ്സറിക്കാരുണ്ട് ഈ രണ്ടും വിറ്റിട്ട്. അത് നമുക്കറിയാം. ഈ ശ്വാസം വലിച്ചിട്ട് അതിന് പൈസ വാങ്ങുന്ന ഒരാളുണ്ട് ഇല്ല, അയാൾ പ്രചരിപ്പിച്ച ഒരു സാധനമായത്. അയാളെ അനുയായികളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഇലമുളച്ചി എന്ന് പറയും. ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ അല്ല ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര കൗതുകമാണ് അല്ലേ. ഇലയിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ മുളച്ച തൈകൾ ഉണ്ടാകുമോ, അത് നമുക്ക് കൗതുകമാണ്. അതിനധികം കുറേ ദിവസത്തെ ആയുസ് നമ്മൾ പുസ്തകത്തിൻ്റെ താളുകളിലൊക്കെ വെച്ചിട്ട് സുഹൃത്തുക്കൾക്ക് കൈമാറാറുണ്ട്, മയിൽപ്പീലി കൈമാറുന്ന പോലെ ഇല്ലേ. പിന്നെ ക്ലാസ്സുകളിൽ സ്ലേറ്റ് ഒക്കെ ഉപയോഗിച്ചിരുന്ന തലമുറ, ഞാനൊക്കെ സ്ലേറ്റ് ഉപയോഗിച്ചിരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ സ്ലേറ്റ് ഉപയോഗിക്കുന്നുണ്ടോ അറിയില്ല. സ്ലേറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് സ്ലേറ്റ് വൃത്തിയാക്കാൻ വേണ്ടി, മായ്ക്കാൻ വേണ്ടി നമ്മൾ പറയാം കണ്ണൂർ ഭാഷയിൽ, സ്ലേറ്റ് മായ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണിത് അല്ലേ. ഇലമുളച്ചി എന്ന് പറയും, പൊണ്ണില എന്ന് പറയും, ലക്കി പ്ലാന്റ് എന്നൊക്കെ പറയും. മൂത്രക്കല്ലില്ലേ, അതിൻ്റെ അസുഖത്തിന് ഇത് ഫലപ്രദമാണെന്ന് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, ചികിത്സിക്കുന്ന ആളുകൾ. അപ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ചിത്രശലഭമുണ്ട്. അതിൽ റെഡ് പിയറോ എന്ന് ഇംഗ്ലീഷ് പറയുന്ന ചെങ്കോമാളി എന്ന് മലയാളത്തിൽ പേര് കൊടുത്തിരിക്കുന്ന ഒരു ചിത്രശലഭം. ആ ചിത്രശലഭത്തെ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കാണണമെങ്കിൽ നമ്മളെ ചിത്രശലഭ പാർക്കുകളിൽ, ഉദ്യാനങ്ങളിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന തൈകളിൽ പ്രധാനമാണ് ഈ ഇലമുളച്ചി എന്ന് പറയുന്നത്. കലങ്കോ പിന്നേറ്റ എന്ന് പറയും. ഇലമുളച്ചിയുടെ ഇത് നമ്മുടെ പല സ്ഥലത്ത് കാണുന്നത്. പിന്നെ ഗാർഡൻ പ്ലാന്റായിട്ട് ഉപയോഗിക്കുന്ന ജനുവരി പ്ലാന്റ് എന്നൊക്കെ പറയുന്ന ചുവന്ന ഒരു തണ്ട് വന്നിട്ട് ചുവന്ന പൂ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നിങ്ങൾക്കറിയാം, ഇതിൻ്റെ പൂ വന്ന് കായ ഉണ്ടാകും. ആ കായ ചൊടുക്ക് ചെടി എന്ന് പറയും, കുത്തിപ്പൊട്ടിക്കും. തിരുവനന്തപുരത്തിലെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞാൽ അവിടെ മാർക്കറ്റിൽ ഈ അമ്പലത്തിലൊക്കെ പോകുന്ന ആളുകൾ ഇത് കുത്തിപ്പൊട്ടിക്കാനായിട്ട് അന്നത്തെ 5 പൈസയോ 10 പൈസയോ വെച്ചിട്ട് ഈ സാധനം വാങ്ങും. എന്നിട്ട് ഇങ്ങനെ നെറ്റിയിലടിച്ചിട്ട് പൊട്ടിക്കും. ശതാവരി കിഴങ്ങുണ്ടായിരിക്കും. അത് നമ്മൾ ആയുർവേദവുമായി ബന്ധപ്പെടുത്തിയാണ് ശീതവീര്യമുള്ളതാണ്. അതിൻ്റെ കിഴങ്ങ് പല അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. കിഴങ്ങ് അച്ചാറായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇല്ലേ. ശതാവരി ഒരു മൂട് പറിച്ചാൽ തന്നെ ആയിരക്കണക്കിന് കിഴങ്ങുണ്ടാകും പറിച്ചെടുത്ത് കഴിഞ്ഞാൽ. പിന്നെ ഇത് തന്നെ നമുക്ക് ഒരു ഓർണമെൻ്റൽ പ്ലാന്റായിട്ട് ഉപയോഗിക്കാം. നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ നാട്ടിന് പറ്റാത്ത രീതിയിലുള്ള, നമുക്ക് ചില ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അല്ലെങ്കിൽ അത്രയൊന്നും മെച്ചപ്പെട്ടതല്ലാത്ത മറ്റൊരുപാട് ചെടികളാണ് നമ്മൾ ആയിരക്കണക്കിന് രൂപ കൊടുത്തിട്ട് നഴ്സറി പോയിട്ട് വാങ്ങുന്നത്. ഇത് നമ്മൾ മഞ്ഞപ്പാവട, നോനി എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കാറില്ല. നോനി എന്നുള്ളത് അതിൻ്റെ ഒരു കമേഴ്ഷ്യൽ പേരാണ്, ഒരു കച്ചവടവുമായി ബന്ധപ്പെട്ട ഒരു പേരാണ് നോനി എന്ന് പറയുന്നത്. ഇതിന് മഞ്ഞപ്പാവട്ട അല്ലെങ്കിൽ മഞ്ഞനാത്തി എന്ന് പറയും. ഒരു മഞ്ഞ നിറത്തിലുള്ള പഴം ഉണ്ടാവും ഇല്ലേ. അത് പലതരത്തിലുള്ള, ഇപ്പോൾ ഹൈദരാബാദിലെ ചില കമ്പനികളൊക്കെ അത് കളക്ട് ചെയ്തിട്ട് വലിയ ടോണിക്കാക്കിയിട്ട് ഇവിടെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. പറിക്കാൻ പാടില്ലാണ് ഒരു ചെറിയൊരു തുപ്പൽ പൊട്ട് എന്ന് പറയും. അത് ഒരു ലൈറ്റ് വയലറ്റ് കളറിലുള്ള പൂവുണ്ടാകും. അതിനൊരു കായ ഉണ്ടാകും, ചെറിയ കായ ഉണ്ടാകും.
ഒരു ഹെർബേഷ്യസ് പ്ലാന്റ്, ചെറിയ ചെടിയാണ്, നമ്മൾ ഔഷധി വർഗ്ഗത്തിൽപ്പെടുന്ന അല്ലേ, അങ്ങനെ പറയും. ഔഷധി എന്ന് പറഞ്ഞാൽ ഔഷധി എന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ. ഔഷധി എന്ന് പറഞ്ഞാൽ ഹെർബ് എന്നുള്ളതിൻ്റെ മലയാളമാണ്. അപ്പോൾ അത് അതിലും ഒരുപാട് പൂക്കളുണ്ടാകുന്ന സമയത്ത് ഒരുപാട് ജീവികൾ തേൻ കുടിക്കാൻ വരും. അതിൻ്റെ വിത്ത് നനവ് തട്ടിയാൽ പൊട്ടിത്തെറിക്കും. അതിൻ്റെ മേലെ നമ്മളെ തുപ്പൽ ചില കുട്ടികൾ, ചില LP UP ക്ലാസ്സുകളിലെ കുട്ടികളൊക്കെ ഈ പഴയ ഇപ്പോൾ സ്കൂൾ ബിൽഡിങ്ങിൻ്റെ ഇതൊക്കെ മാറിപ്പോയി, ബിൽഡിങ്ങിൻ്റെ അടുത്ത് പിന്നിലാണ് മൂത്രമൊഴിക്കാൻ പോകുക അല്ലേ. അപ്പോൾ ഈ ചെടി ഇങ്ങനെ പൊട്ടാനായി നിൽക്കുന്നുണ്ട്. അതിൻ്റെ മേലെ മൂത്രമൊഴിക്കുമ്പോൾ പടപട പൊട്ടും. അങ്ങനെയാണ് തുപ്പൽ പൊട്ടാസ് എന്ന് പറഞ്ഞാൽ പൊട്ടിക്കുന്ന സാധനമില്ല, ചുവന്ന സാധനം ഇല്ലേ. അങ്ങനെയാണ് ഇതിന് തുപ്പൽ പൊട്ടാസ് എന്നുള്ള പേര് വരുന്നത്. അതിൻ്റെ പല സ്പീഷീസുകളും നാട്ടുവൈദ്യത്തിലൊക്കെ മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതും നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ട് കാണുന്നതാണ്. നമ്മുടെ നേറ്റീവ് സ്പീഷീസാണ്. ആനപ്പന എന്ന് പറയും. ചൂണ്ടയിടാൻ വേണ്ടി തണ്ട് ഉപയോഗിക്കുന്നുണ്ട്. ചൂണ്ടപ്പന എന്ന് പറയും. ആനക്ക് തീറ്റ ഉള്ളതുകൊണ്ട് ആനപ്പന എന്ന് പറയും. ഇതിൻ്റെ അറ്റം മീനിൻ്റെ വാല് പോലെയുണ്ട്, ഫിഷ് ടെയിൽ പാം എന്ന് പറയും. അതിലും ഒരുപാട് മരപ്പട്ടി പോലുള്ള ജീവജാതികൾ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ മേലെ മുട്ടയിടുന്ന ഓലക്കണ്ടൻ എന്ന് പറയുന്ന പൂമ്പാറ്റിയുണ്ട് ഇല്ലേ. അതുപോലെ ജയൻ്റ് റെഡ് ഐ എന്ന് പറയുന്ന പൂമ്പാറ്റിയുണ്ട്. അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതിൻ്റെ അപ്പോൾ വ്യത്യസ്തമായ ഉപയോഗങ്ങളുണ്ട്. അതിൻ്റെ തടി കഴുക്കോലായിട്ട് മരത്തിൻ്റെ കട്ടില, ജനൽ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇതിൻ്റെ മൂത്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കും. നല്ല ഉറപ്പുള്ളതാണ്. സ്ലേറ്റ് കേട്ടിട്ടുണ്ടോ? സ്ലേറ്റ് നിങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ? സ്ലേറ്റ് ഉപയോഗിച്ചിനാ? സ്ലേറ്റ് എന്ന് പറഞ്ഞ സാധനം അതിൻ്റെ ചട്ടയായിട്ട് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ തടിയാണ്. സ്ലേറ്റിൻ്റെ ചട്ടയായിട്ട് ഉപയോഗിക്കുന്നത് ഇതാണ്. പിന്നെ ശാന്തിനികേതനിൽ നമ്മളെ യൂണിവേഴ്സിറ്റികളിൽ ബിരുദദാന ചടങ്ങില്ലേ, അതിൽ ബിരുദദാന ചടങ്ങിനൊപ്പം അവർക്ക് കൊടുക്കുന്നത് സപ്തപർണി എന്ന് സംസ്കൃതത്തിൽ ഇതിൻ്റെ ഇലയാണ്. സപ്തപർണി എന്ന് പറഞ്ഞാൽ ഏഴിലം അല്ലേ, ഏഴിലം പാല. അങ്ങനെയാണ് ഇതിന് നമ്മളെ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട, പഠനവുമായി ബന്ധപ്പെട്ട, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു പേരാണ് സ്കോളാരിസ്. അൽസ്റ്റോൺ എന്ന് പറയുന്ന ഒരാളുടെ പേരാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിനോടുള്ള ആദരവ് സൂചിപ്പിക്കാൻ വേണ്ടി അൽസ്റ്റോണിയ എന്ന് കൊടുത്തു. സ്കോളാരിസ് എന്ന് പറയുന്നത് സ്കൂളുമായി ബന്ധപ്പെട്ട് സ്ലേറ്റിൻ്റെ ചട്ടി ഉണ്ടാക്കുന്നതുകൊണ്ടും ഇതുപോലുള്ള പല ആചാരങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ടാണ് സ്കോളാരിസ് എന്നുള്ള പേര് വന്നത്. വട്ടക്കാക്ക എന്ന് പറയുന്നൊരു ചെടിയുണ്ട്. നമ്മളെ മലയാളം പോക്കാണ് വട്ടക്കാക്ക. ആ ഒരു വള്ളിച്ചെടി ഇത് വട്ടക്കാക്ക വൊളിയബിലിസ്. ഇപ്പോൾ അതിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്. വട്ടക്കാക്ക, കരളകമല്ല, വട്ടക്കാക്കക്കൊടി. അതിൻ്റെ ശാസ്ത്രീയമായ പേരും അതിൻ്റെ ജനുസിൻ്റെ പേരും വട്ടക്കാക്ക വൊളിയബിലിസ്. മലയാളത്തിൽ നിന്ന് ലാറ്റിനൈസ് ചെയ്തിട്ട് ലാറ്റിൻ ഭാഷയിലൊക്കെ ആക്കിയിട്ട് എൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മേലെ ചില നീലക്കടുവ, കരിനീലക്കടുവ, ഗ്ലാസി ടൈഗർ അങ്ങനെയുള്ള ചിത്രശലഭങ്ങൾ മുട്ടയിടും. അപ്പോൾ ആ ചിത്രശലഭങ്ങൾ നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നു. ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ കായ അങ്ങനെ കട്ടിയുള്ള തോടുള്ളതായിരിക്കും, ഒരു തോണിയുടെ ആകൃതിയിൽ. അതിൻ്റെ ഉള്ളിൽ അപ്പൂപ്പൻ താടി വിത്തുകളുണ്ടായിരിക്കും, പറക്കുന്ന വിത്തുകൾ. ഈ കുടുംബത്തിൽ വരുന്ന അപ്പോസൈനേസി എന്ന് പറയുന്ന എരിക്കിൻ്റെ കുടുംബത്തിൽ വരുന്ന, പാലയുടെ കുടുംബത്തിൽ വരുന്ന എല്ലാ ചെടികളുടെയും വിത്തുകൾ പറക്കുന്ന വിത്തുകളായിരിക്കും. അപ്പൂപ്പൻ താടി പോലെ നാരുള്ളതായിരിക്കും. കാറ്റ് വഴിയാണ് പരാഗണം വിത്ത് വിതരണം നടക്കുന്നത്. കറുകപ്പുല്ല് പൂവുണ്ടാകുന്നയോ അല്ലയോ പറയേ? ഉണ്ട്. പൂവില്ല എന്നൊക്കെ വിചാരിക്കേണ്ടത്. പൂവുണ്ടാവും. പുൽവർഗ്ഗ ചെടിയാണെങ്കിൽ പൂവുണ്ടാവും. ഇപ്പോഴേ ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്നത് പൂജാ സ്റ്റോറുകളിലാണ്. വട്ട അല്ലെങ്കിൽ ഉപ്പില്ല എന്ന് പറയും. പണ്ട് കാലത്ത് ഉപ്പില്ലേ, ഇപ്പോഴും പാക്കറ്റിലല്ലേ കിട്ടുന്നത്. പണ്ട് കാലത്ത് ഉപ്പ് കടലാസിൽ കെട്ടിക്കൊടുക്കാൻ പറ്റില്ല. ഉപ്പ് നനവുള്ളതല്ലേ, വീട്ടിലെത്തുമ്പോഴേക്ക് കടലാസിൻ്റെ പൊതി പോകും. അപ്പോൾ ആ സമയത്ത് ഉപ്പ് പൊതിയാൻ ഉപയോഗിച്ചിരുന്ന ഇലയായിരുന്നു. അതുകൊണ്ട് അതിനെ ഉപ്പില എന്ന് പറയും. പിന്നെ മത്സ്യം പൊതിയാൻ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ശാസ്ത്രീയമായ പേര് മക്കരങ്ക പെൽറ്റേറ്റ ആണ്. പെൽറ്റേറ്റ എന്ന് പറഞ്ഞാൽ അർത്ഥം ഷീൽഡ് ലൈക്ക്, പരിച പോലെ. അതിൻ്റെ ഇല കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. എൻ്റെ ഇലേൻ്റെ ഷേപ്പ് കണ്ടോ? അതിൻ്റെ അടിയിൽ ഒരു പിടിക്കാനുള്ള സാധനമുണ്ട് ഇല്ലേ. ഇലയുടെ ഏതാണ്ട് നടുവിൽ നിന്നല്ല, അറ്റത്തു നിന്നല്ല അതിൻ്റെ തണ്ടുള്ളത്, ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ ഒരു ഷീൽഡ് പോലെയാണ്. അങ്ങനെയാണ് പെൽറ്റേറ്റ എന്നുള്ള പേര് വരുന്നത്. പെൽറ്റേറ്റ മീൻസ് ഷീൽഡ് ലൈക്ക്. കൃഷ്ണനാൽ എന്ന് പറയും. നമ്മളൊരു സങ്കല്പമാണ് അല്ലേ, അതിൽ നമ്മളിങ്ങനെ ഒരു കോട്ടിയതുപോലെ, ഒരു പാത്രമാക്കിയതുപോലെ ഉണ്ടാകും. അങ്ങനെയാണ് ആ പേര് വരുന്നത്. ആൽവർഗത്തിൽ പെടുന്നതാണ്. ഫൈക്കസ് കൃഷ്ണ എന്നാണ് ഇപ്പോൾ അതിൻ്റെ പേര് ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ തെറ്റിദ്ധരിച്ചിട്ട് ബദാം എന്ന് പറയും. യഥാർത്ഥത്തിൽ നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന ബദാം ഇതല്ല. റോസിൻ്റെ കുടുംബത്തിൽ വരുന്ന ഒരു സാധനമാണ് ബദാമായിട്ട് കാശ്മീരിൽ കൃഷി ചെയ്യുന്നുണ്ട്.
കേരളത്തിലൊന്നും കൃഷി ചെയ്യാത്ത സാധനമാണ്. ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ, പിന്നെ നമ്മളെ ഡ്രൈ ഫ്രൂട്ട്സ് വിൽക്കുന്ന കടയിലൊക്കെ കാണുന്ന അത് ഇതിൻ്റെ കായല്ല. ഇത് നമ്മളെ കരിമരുത്, വെൺമരുത്, താന്നി അതിൻ്റെയൊക്കെ കുടുംബത്തിൽ വരുന്ന കോംബ്രറ്റേസി എന്ന് പറയുന്ന കുടുംബത്തിൽ വരുന്ന ടെർമിനാലിയ കട്ടപ്പ എന്ന് പറഞ്ഞൊരു സാധനമാണിത്. തല്ലിത്തേങ്ങ. ഇതിൻ്റെ കായ തല്ലിയിട്ട് തിന്നും, അതുകൊണ്ട് തല്ലിത്തേങ്ങ. തല്ലി എന്ന് പറയും, തല്ലിത്തേങ്ങ. ഈ മരത്തിൻ്റെ പ്രത്യേകത കണ്ടോ, വേരിറങ്ങുന്നത് കണ്ടോ? ഈ വേരിറങ്ങുന്ന ഒരു പ്രവണത നിങ്ങൾ തീരപ്രദേശത്തേക്ക് പോയാൽ കാണും. കണ്ടൽ മരങ്ങൾക്ക് ഇല്ലേ, റൈസോഫോറേസി എന്ന് പറയുന്ന കുടുംബത്തിൽ വരുന്ന കണ്ടലുകൾക്ക് ഇതുപോലെ താങ്ങ് വേരുകൾ ഉണ്ടായിരിക്കും ഇല്ല, ഒരുപാട് വേരുകൾ ഇറങ്ങും. അതേ കുടുംബത്തിൽ വരുന്നതാണ് ഇത്. അതുകൊണ്ട് പഴയ കാലത്ത് സസ്യ വർഗീകരണ ശാസ്ത്രമോ അല്ലെ വർഗീകരണ ശാസ്ത്രജ്ഞനൊന്നും പുസ്തകം ഇറക്കുന്നതിന് മുമ്പ് വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന കാൾ ലിനേയസ് ആണ്. അവരൊക്കെ വർഗീകരണം നടത്തുന്നതിന് മുമ്പേ നമ്മുടെ നാട്ടിലുള്ള ഇട്ടി അച്യുതൻ വൈദ്യരൊക്കെ വർഗീകരണം നടത്തിയിട്ട് ഇത് കണ്ടലിൻ്റെ കുടുംബമാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവരിന് കരയിൽ വളരുന്നതുകൊണ്ട് കരയിൽ വളരുന്ന റൈസോഫോറേസിലുള്ള 2 മരങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. ഒന്ന് ഇത് കരക്കണ്ടൽ, പിന്നെ ഒന്ന് ബ്ലിഫാരിസ്റ്റമ്മ എന്ന് പറയുന്ന നീർക്കുരുണ്ട എന്ന പേരുള്ള ഒരു ചെറിയ മരം. ഇത് രണ്ടുമാണ് കരയിൽ കാണുന്ന കണ്ടൽ ചെടിയുടെ വർഗ്ഗത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ കണ്ടലിൻ്റെ റൈസോഫോറേസി എന്ന് പറയുന്ന കുടുംബത്തിൽ വരുന്ന മരങ്ങൾ. അപ്പോൾ ഇതിന് ആ സമയത്ത് തന്നെ കരക്കണ്ടൽ എന്ന് പേരിട്ടു. വെങ്കണ എന്നാണ് നമ്മുടെ മലബാർ ഭാഗത്ത് പറയാറുള്ളത്. ഇവിടെ വല്ലഭം എന്ന് പറയുന്നുണ്ടെന്ന് അറിയില്ല. വല്ലഭം, വെങ്കണ നീലി എന്ന് പറയുന്ന നിശാശലഭം, പകൽ വളർത്തുന്ന നിശാശലഭം മുട്ടയിടുന്ന അത് ഇതിലാണ് പ്രധാനമായിട്ടും മുട്ടയിടുന്നത്. വെങ്കണ എന്ന് പറയും. ചില തോണി ഈ കുറ്റി വലയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കുറ്റിവല എന്ന് പറയുന്ന പരിപാടി, പുഴയിൽ കുറ്റി നാട്ടിയിട്ട് അതിന് വല കിട്ടും. അപ്പോൾ ഒഴുക്കിന് എതിരായിട്ട് നീന്തുന്ന മീനുകൾ നമ്മളെപ്പോലെ അല്ല, നമ്മൾ ഒഴുക്കിന് അനുകൂലമായിട്ട് നീന്തൂല. മീനുകളൊക്കെ ഒഴുക്കിനെതിരായിട്ട് ഇല്ലേ, അങ്ങനെയുള്ള ഒഴുക്കിനെതിരെ നീന്തുന്ന ആളുകളെയൊക്കെ കണിപ്പെടുത്താൻ വേണ്ടി, മീനുകളെ കണിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കുറ്റിവലയിൽ കുറ്റിയായിട്ട് ഇതിൻ്റെ ഇത് ഉപയോഗിക്കാറുണ്ട്. മറ്റ് പല ഉപയോഗങ്ങൾക്കും ഉണ്ട്. അത്തി, ഇത്തി, ആൽ, അരയാൽ ചേർന്ന് കഴിഞ്ഞാൽ 4 പാൽമരം, 4 പാമരം. അതിൻ്റെ കൂടെ കല്ലരയാൽ നിന്നുള്ള ഒന്നും കൂടി ചേർന്ന് കഴിഞ്ഞാൽ പഞ്ചവൽക്കം എന്ന് പറയും. നമ്മളെ കുരങ്ങൻ്റെ ഹൃദയം സൂക്ഷിക്കുന്ന മരം. പഞ്ചതന്ത്രം കഥയിൽ കുരങ്ങൻ്റെ മുതലേൻ്റെ കഥയില്ലേ ഇല്ല, കുരങ്ങൻ്റെ ഹൃദയം ആവശ്യപ്പെടും. അന്നേരം പറയും എൻ്റെ ഹൃദയം ഞാൻ താമസിക്കുന്ന മരത്തിലാണ്, അത്തിമരത്തിലാണുള്ളത് എന്ന് പറഞ്ഞിട്ട് അത്തിമരത്തിൽ കയറി രക്ഷപ്പെടുന്നതാണ്. അപ്പോൾ കുരങ്ങൻ്റെ ഹൃദയം സൂക്ഷിച്ചിരിക്കുന്ന മരം അത്തി. ഇത് നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ടുണ്ട്, പക്ഷേ നമുക്ക് ആർക്കും അറിയില്ല ഇത് അത്തിയാണോ. നമ്മൾ അത്തി പഴം കടയിൽ നിന്ന് വാങ്ങുന്നത് അറേബ്യയിൽ നിന്ന് വരുന്ന സാധനമാണ്. ഇപ്പോൾ ഓർക്കിഡിൻ്റെ പ്രത്യേകത, നിലത്ത് വളരുന്ന ഓർക്കിഡ് ഉണ്ടാവും, മരങ്ങളിൽ വളരുന്ന ഓർക്കിഡ് ഉണ്ടാകും. ടെറസ്ട്രിയൽ ഓർക്കിഡ്സ് ആൻഡ് ഗ്രൗണ്ട് ഓർക്കിഡ്സ്. അപ്പോൾ ഇത് നമ്മൾ കണ്ട ഉടനെ പണ്ടേ നമ്മളെ പാഠപുസ്തകത്തിൽ ഇതിൻ്റെ ഒരു ചിത്രം കൊടുത്തിട്ട് മരവാഴ വാൻഡ എന്ന് പറഞ്ഞു. ഇപ്പോൾ ആൾക്കാർ വിചാരം ഇത് വാൻഡ എന്ന് പറയുന്ന സാധനമാണ്. വാൻഡ ആയിരിക്കണം എന്നല്ല, ഇത് മിക്കവാറും അക്കാമ്പേ എന്ന് പറയുന്ന താളി മരവാഴ എന്ന് പറയുന്ന സാധനമായിരിക്കണം. താളിമരവാഴ, അക്കാമ്പെ പ്രീമോർസ എന്ന് പറയുന്ന താളിമരവാഴ എന്നുള്ള പേര് ഹോർത്തൂസ് മലബാറിക്കസിൽ ഉപയോഗിച്ച പേരാണ്. ഇത് നമ്മളെ സാധാരണ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ പരാത സസ്യമായിട്ടാണ് വിചാരിക്കും. നമ്മൾ മരങ്ങളുടെ മേലെ കാണുന്ന ചെടികളൊക്കെ പരാതങ്ങളായിട്ടാണ് വിചാരിക്കും. ഇത് പരാതല്ല, എപ്പിഫൈറ്റാണ് എൻ്റെ മേലെ. ഇത് മറ്റേ ഹെലിക്കാന്തസ് എലാസ്റ്റിക് എന്നൊരു സാധനം. ചെറിയ എത്തിക്കണ്ണ്, ചെറിയ പൂവായിരിക്കും, അധികം കളർ ഉണ്ടാവില്ല. വലിയ എത്തിക്കണ്ണ് ഡെൻഡ്രോഫ്ത എന്ന് പറഞ്ഞ സാധനം കുറച്ചും കൂടി നീളം കൂടിയതായിരിക്കും. അത് നമ്മൾ ലിപ്സ്റ്റിക്കിൻ്റെ കളർ ഇല്ല, കയ്യിലൊക്കെ ആക്കിയിട്ട് നഖത്തിനൊക്കെ കളർ കൊടുക്കാൻ ഉപയോഗിക്കും. ഇത് രണ്ടിലും ഇതിലൊക്കെ ഈ റോയൽ ചിത്രശലഭങ്ങളും റോയൽ ബട്ടർഫ്ലൈസ് പറഞ്ഞില്ലേ, അതുപോലെ വിലാസിനി അങ്ങനെയുള്ള ചിത്രശലഭങ്ങളൊക്കെ മുട്ടയിടുന്നതാണ്. മഞ്ഞക്കടമ്പ് വലിയ മരമായിട്ട് വളരുന്നതാണ്. നമ്മുടെ കാട്ടിലും പുഴയോരത്തൊക്കെ ഉള്ളതാണ്. പാതയോര വൃക്ഷമായിട്ടും അപൂർവമായിട്ട് വെച്ച് പിടിപ്പിക്കാറുണ്ട്. ഇതിൽ നമ്മുടെ കമാൻഡർ എന്ന് പറഞ്ഞാൽ വെള്ളിലെ തൊഴി എന്ന് പറയുന്നൊരു ചിത്രശലഭമുണ്ട്, വളരെ മനോഹരമായ ഫോട്ടോജനിക് ആയ. അങ്ങനെ ഫോട്ടോ എടുത്താലും നല്ല ഭംഗിയിട്ട്. ചെറുള എന്ന് പറയും, ചെറുള എർബാലനേറ്റ ചീരയുടെ കുടുംബത്തിൽ വരുന്നതാണ്. അതിൻ്റെ വിത്ത് നോക്കിയാൽ അറിയാം. ഇത് ഒരു വിത്ത് നമ്മൾ പറമ്പിൽ കൊണ്ടിട്ട് നല്ലോണം വ്യാപിക്കും. മൂത്രാശയ രോഗങ്ങൾക്ക് സുഖപ്രസവത്തിനുള്ള ചില ട്രീറ്റ്മെൻറ്റിലൊക്കെ ഉപയോഗിക്കും, ഇലക്കറിയായിട്ട് ഉപയോഗിക്കും. ഇത് ചെറുളക്കഞ്ഞി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഗർഭിണികൾക്ക് 7-ാം മാസം 8-ാം മാസം 9-ാം മാസം കൊടുക്കുന്നത് ചെറുളക്കഞ്ഞി, അതിൽ ഉപയോഗിക്കുന്ന സാധനമാണ്. ദശപുഷ്പത്തിൽ വരുന്നതാണ്. 3-6 ഇല്ല, ഒരു ഇല 2 എണ്ണം ഒട്ടിപ്പിടിച്ചതുപോലെയാണ്. അങ്ങനെയാണ് പുളിയുള്ള 6 ഇല, പുളി 6 ഇല. ശാസ്ത്രീയമായ പേര് ഓക്സാലിസ് കോർണിക്കുലേറ്റ, ഓക്സാലിഡേസി എന്ന് പറയുന്ന കുടുംബത്തിൽ വരുന്നത്. അതിനൊക്കെ പുളിപ്പുണ്ടായിരിക്കും. ഇത് ചമ്മന്തിയായിട്ട് കഴിക്കാം. ഇപ്പുറത്ത് കാണുന്ന മഞ്ഞ നിറത്തിലുള്ളൊരു പൂവുണ്ട്, അത് കേരളത്തിൽ അധികം ജില്ലകളിലില്ല.
പണ്ട് ആദ്യകാല പഠനപ്രകാരം തൃശ്ശൂർ ജില്ലയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും കണ്ണൂരുണ്ട്, തൃശ്ശൂർ, പാലക്കാടുണ്ട്, കോട്ടയം. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇല്ലാത്തൊരു ചെടിയാണ്. മഞ്ഞ കാക്കപ്പൂ എന്ന് പേര് കൊടുക്കാം. അതിൻ്റെ അടുത്ത് തന്നെ വേറൊരു ചെറിയ ഹേബുണ്ട്, പർപ്പടകപ്പുല്ല്, ഹെഡിയോട്ടിസ് കൊറിംബോസ എന്ന് പറയുന്ന സാധനം. പർപ്പടകം ആയുർവേദ ഔഷധങ്ങളെ സംബന്ധിച്ച പുസ്തകങ്ങളിലൊക്കെ പ്രതിപാദിക്കുന്ന ഒന്നാണ്. സിൻഡ്രല്ല ട്രീ എന്നൊക്കെ പറയും, സൈനിഡ്രല്ല നോഡിഫ്ലോറ. നമ്മൾ സൂര്യകാന്തിൻ്റെയൊക്കെ കുടുംബത്തിൽ വരുന്നതാണ്. കമ്പോസിറ്റി അല്ലെങ്കിൽ ആസ്റ്ററേസി എന്ന് പറയുന്നത്. മുടിയൻ പച്ച, ഇത് ഇലക്കറിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഇലക്കറിയായിട്ട്. ഇത് റാഫിഡോഫോറ പർട്ടൂസ, ഒടയാർ വള്ളി എന്ന് പറയും. ഒടയോൻ്റെ അടുത്തേക്ക് പോകുന്നതാണ് കയറിയിട്ട്, അങ്ങനെയാണ് ആ പേര് വരുന്നത്, ഒടയാർ വള്ളി. നമ്മളെ പാതയോര വൃക്ഷമായിട്ട് നമ്മൾ വ്യാപകമായി വെച്ച് പിടിപ്പിക്കുന്ന ഒന്നാണ് ഉങ്ങ് എന്ന് പറയുന്നത്. തമിഴിൽ പൊങ്ക് എന്ന് പറയും, പൊങ്ക് എന്ന് പറയും. ആ തമിഴ് വാക്കാണ് പൊങ്കാമിയ എന്നുള്ള ശാസ്ത്രീയമായ പേരിൻ്റെ ആദ്യത്തെ ഭാഗം. പൊങ്കാമിയ പിന്നേറ്റ മീൻസ് പിന്നേറ്റഡ് ലീഫ്. അതിൻ്റെ തൊലിയാണ് പ്രധാനമായിട്ട് മുറിവെണ്ണ എന്ന് പറഞ്ഞ സാധനമില്ലേ, ചതവിനൊക്കെ ഉപയോഗിക്കുന്ന, അതിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ തൊലിയാണ്. അംഹേർഷ്യ നൊബിലിസ് എന്ന് പറയും. നൊബിലിസ് മീൻസ് കുലീനത്വമുള്ളത്, കുലീനമായ, നോബിൾ. ഇത് നഴ്സറിയിൽ ഇപ്പോൾ ഇതിന് 2000 രൂപയ്ക്ക് വിലയുണ്ട് ഇല്ല ഒരു തൈക്ക്. ആളുകൾ കൗതുകത്തിന് നമ്മളെ രാമായണത്തിലൊക്കെ പറഞ്ഞ ശംശിബ വൃക്ഷച്ചുവട്ടിലാണ് സീത ഇരുന്നിരുന്നതൊക്കെ പറഞ്ഞിട്ട് പൂവുണ്ട് തൂങ്ങി കിടക്കുന്ന ഇങ്ങനെ നല്ല ഭംഗിയുള്ള പൂവാണ്. വിത്ത് വഴിയാണ്. ഈ അശോകത്തിൻ്റെ മാതിരി ആ ഫാമിലിയാണോ? ആ, അശോകത്തിൻ്റെ കുഴപ്പമില്ല. ഈ അശോകത്തിന് ആ പേര് സീത അതിന്റെ ചോട്ടിലിരുന്നു. സീതയാണോ ആരാണോ? സീത. എന്നിട്ട് ശോകം മാറിയതുകൊണ്ടാണ് ആയിരിക്കാം. അതെല്ലാം നമ്മൾ രാമായണം തന്നെ നമ്മൾ ഒരു കഥയാണ്. അപ്പോൾ അതിൽ ഉള്ള രാമനൊക്കെ ഇപ്പോഴും ദൈവമായിട്ട് വരാൻ തുടങ്ങി. രാമൻ ജീവിച്ചിരുന്ന ആളാണ് നമ്മൾ വിചാരിക്കുന്നത്. അതൊരു എന്താണ് എപ്പിക്ക് മാത്രമാണ്. അത് സോപ്പും കായാണ്. സോപ്പും കായ്, നിരക്കായി, ചവക്കായി, സാബൂൻ കായ്, അങ്ങനെയുള്ള കുറേ പേരുണ്ട്. അതിൻ്റെ കായ നിലത്ത് വീണിട്ട് അതിന് ആ കായക്ക് ഒരു ദ്വാരം ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം അതിൻ്റെ ഉള്ളിൽ കോർണീലിയൻ എന്ന് പറയുന്ന കനിതുരപ്പൻ എന്ന് പേരിട്ടിരിക്കുന്ന, മലയാളത്തിൽ പേരിട്ടിരിക്കുന്ന ചിത്രശലഭത്തിൻ്റെ ലാർവയും പ്യൂപ്പയൊക്കെ ഈ കായൻ്റെ ഉള്ളിലുണ്ടാകും. വംശനാശ ഭീഷണി നേരിടുന്നത് അതിൽപ്പെട്ട ഒരു മരമാണ് വെള്ളക്കുന്തിരിക്കം, അല്ലെ വെള്ളപ്പൈൻ, പന്തപ്പൈൻ, വൈറ്റ് ഡാമർ. ശാസ്ത്രീയമായിട്ട് വറ്റീരിയ ഇൻഡിക്ക എന്ന് പറയും. വറ്റീരിയ ഇൻഡിക്ക എന്ന് പറയുന്നത് ഇന്ത്യയെ സൂചിപ്പിക്കും. വറ്റീരിയ ഇൻഡിക്ക വലിയ മരമായിട്ട് വരും, കായ ധാരാളമായിട്ടുണ്ടാകും. ഇതിൻ്റെ കറ കളക്ട് ചെയ്തിട്ട്, വെട്ടിയിട്ട് കളക്ട് ചെയ്തിട്ട് അത് പുകയ്ക്കും, നല്ല മണമുണ്ടാകും. വൈറ്റ് ഡാമർ, കുന്തിരിക്കപ്പൈൻ, വെള്ളപ്പൈൻ എന്നാണ് വ്യാപകമായിട്ട് അറിയപ്പെടുന്നത്. അപൂർവവും വംശനാശ ഭീഷണി നേരിടുന്നതും അതുപോലെ തന്നെ പശ്ചിമഘട്ടത്തിലെ സ്ഥാനികവുമായ എൻഡമിക് സ്പീഷീസാണ്. ജംഗ്ലി ജിലേബി, ജിലേബീൻ്റെ ഷേപ്പിലുള്ളൊരു കായ്, പഴുത്ത് കഴിഞ്ഞാൽ റെഡ് കളർ ഉണ്ടായിരിക്കും, പുളിയായിട്ട് ഉപയോഗിക്കും. ബാംഗ്ലൂരിലും കോയമ്പത്തൂരും മദ്രാസിലും കൊച്ചിയിൽ വിൽപ്പനയ്ക്ക് ഉണ്ടാകുന്നില്ല, ഇത് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടാകും. അറേബ്യൻ നാടുകളിൽ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടാകും, ഗൾഫിലൊക്കെ ഉണ്ട്. കോപ്പർ പോഡ് എന്ന് പറയും ഇംഗ്ലീഷിൽ, മലയാളത്തിൽ ചരക്കൊന്നാന്ന് പറയും. പെൽറ്റോഫോറം ടീറോകാർപ്പം. ടീറോകാർപ്പം എന്ന് പറഞ്ഞാൽ ടീറോ എന്നുള്ളത് ചിറകിനെ സൂചിപ്പിക്കുന്നു, കാർപ്പം എന്നുള്ളത് കായയെ സൂചിപ്പിക്കുന്നു, കാർപ്പ്. ടീറോകാർപ്പം എന്ന് പറഞ്ഞാൽ ചിറകുള്ള കായുള്ളത്. ചെമ്പിൻ്റെ കളറായിരിക്കും ഇതിൻ്റെ കായൊക്കെ ഉണ്ടാകുകൊണ്ട് കോപ്പർ പോഡ് എന്ന് പറയും. കോപ്പർ പോഡ്, പെൽറ്റോഫോറം ടീറോകാർപ്പം. വ്യാപകമായി നമ്മുടെ പാതയോര വൃക്ഷമായിട്ട് കുറേ കാലമായിട്ട് വെച്ച് പിടിപ്പിക്കുന്നതാണ്. പൊട്ടി വീഴില്ല, മഴമരാണ് കൊണ്ട് പൊട്ടി വീഴാനുള്ള സാധ്യത. പിന്നെ നമ്മൾ മെയ്ഫ്ലവർ ശരിക്കും പാതയോരത്ത് അത്ര അനുയോജ്യമല്ല, കുറച്ച് വലുതായി കഴിഞ്ഞാൽ വേര് അധികം ആഴത്തിലില്ല, അതുകൊണ്ട് മറിഞ്ഞു വീഴും. നമ്മുടെ എല്ലാ പാർക്കുകളിലും പാതയോരത്തും കാണുന്ന ഒരു സാധനമാണ് മഴമരം, അല്ല റെയിൻ ട്രീ എന്ന് പറയും, കുട വിരിച്ചതുപോലെ.
അതിന് റെയിൻ ട്രീ എന്ന് പറയാൻ കാരണം ഒരു സംഭവം കൂടിയുണ്ട്. അതായത് നമ്മളെ ചീവീട് എന്ന് പറഞ്ഞ സാധനമുണ്ട്, സിക്കാഡ അല്ലേ, പകൽ ശബ്ദം ഉണ്ടാക്കുന്ന അതിൻ്റെ സെഗ്മെൻറ്റ്സിൽ അതിൻ്റെ ചിറക് ഉരസിയിട്ട് ആൺ സിക്കാടുകൾക്ക് മാത്രമേ ശബ്ദം ഉണ്ടാക്കാൻ കഴിയൂ, പെൺ സിക്കാടുകൾക്ക് ശബ്ദം ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് സായിപ്പന്മാർ പെണ്ണുങ്ങളെ അപമാനിക്കുന്ന ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹാപ്പി ആർ ദി സിക്കാഡാസ് ഫോർ ദ വൈഫ്സ് ആർ മ്യൂട്ട് എന്ന്. അവരുടെ ഭാര്യമാർക്ക് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ സിക്കാടുകളിലെ ആണുങ്ങൾ ഭാഗ്യവന്മാരെന്ന് ഇപ്പോഴും നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സിക്കാഡിൻ്റെ ഗ്രൂപ്പിൽ വരുന്ന ചില ഇൻസെക്ട്സ് ഇതിൻ്റെ മരത്തിൻ്റെ തടിയിൽ കയറിയിട്ട് അതിൻ്റെ അബ്ഡമൻ്റെ അറ്റത്തുകൂടി ഒരു വെള്ളം സ്പ്രേ ചെയ്യും, അതിൻ്റെ വിസർജ്യമായിരിക്കാം. അങ്ങനെ കൂട്ടമായിട്ട് ഇത്തരം ഈ മരങ്ങളിൽ മാത്രമല്ല, നമ്മളെ കാട്ടിൽ പോയി കഴിഞ്ഞാൽ പല കക്കയത്തൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ചില മരങ്ങളിൽ ചെന്നിട്ട് ഈ സിക്കാഡിൻ്റെ കുടുംബത്തിൽ വരുന്ന സിക്കാഡിൻ്റെ അടുത്ത ബന്ധുക്കളായ ചില പ്രാണികൾ ഈ അതിൻ്റെ അബ്ഡമൻ ഉദരത്തിൻ്റെ അഗ്രഭാഗത്ത് കൂടി ഇങ്ങനെ സ്പ്രേ നടത്തും. അപ്പോൾ ആ സ്പ്രേ നടത്തുന്ന സ്ഥലത്ത് ഇങ്ങനെ മഴ പെയ്യുന്നതായിട്ട് തോന്നും. അങ്ങനെയാണ് ഒരുപക്ഷെ ഇതിന് മഴമരന്ന് പേര് വന്നിട്ടുണ്ടാവുക. എടല അല്ലെങ്കിൽ കരിവെട്ടി മുല്ലയുടെ കുടുംബത്തിൽ വരുന്ന ഒരു മരമാണ് എടല എന്ന് പറയും. ഒലിയ ഡയോയിക്ക. മെയിൽ ഫ്ലവേഴ്സും ഫീമെയിൽ ഫ്ലവേഴ്സും വേറെ വേറെ ചെടികളിലാണ് ഉണ്ടാവുക. 40 മരത്തിൽ വരുന്ന മറ്റൊരു മരമാണ് ഇത്തി. ഇത് വളരെ വ്യാപകമായിട്ട് കാണാറില്ല. കാസർഗോഡ് ജില്ലയിൽ കൂടുതലായിട്ടുണ്ട്, കണ്ണൂർ ജില്ലയിൽ വളരെ അപൂർവമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. ഇതുപോലെ ചില മ്യൂസിയങ്ങളിലൊക്കെ ഇപ്പം ബാക്കിയുള്ളൂ. മാനാഞ്ചേരിയുണ്ട്, കാസർഗോഡ് പല അമ്പലങ്ങളുടെ പരിസരത്തൊക്കെ ഉണ്ട്. കണ്ണൂർ ജില്ലയിൽ ആറളം വന്യജീവി സങ്കേതത്തിലേക്ക് പോകുന്ന വഴിക്കുള്ള പുഴയോരത്തുണ്ട്. സ്റ്റാർ ആപ്പിൾ സപ്പോട്ട കുടുംബത്തിൽ വരുന്നതാണ്. വ്യാപകമായിട്ട് നമ്മൾ നട്ടുപിടിപ്പിക്കാറുണ്ട്. പക്ഷികൾ നന്നായിട്ട് വരും, പഴന്തീനികളായ പക്ഷികൾ ധാരാളമായിട്ട് വരും. ക്രൈസോഫില്ലം ഒലീവിഫോമേ. പേരാൽ, ആൽ, വലിയാൽ, പേരാൽ, പെരിയാന്ന് പേരെന്ന് പറഞ്ഞാൽ പേരാന്ന് പറഞ്ഞാൽ പേരാൽ എന്ന് പറഞ്ഞാൽ വലുത് എന്നുള്ള അല്ലേ, പേരച്ചെന്നാലും പറയുന്നില്ല. ഇതിന് നമ്മൾ ഇംഗ്ലീഷിൽ ബാനിയൻ ട്രീ എന്ന് പറയും. ബനിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതല്ല. അറിയാം എങ്ങനെ പേര് വന്നതെന്ന്? ബനിയ എന്ന് പറയുന്നത് നമ്മളെ ഇവിടുത്തെ വണിക്കുകൾ, കച്ചവടക്കാർ കച്ചവടം ചെയ്തിരുന്നത് ഈ മരത്തിൻ്റെ ചുവട്ടിലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇതിന് ബനിയൻ ട്രീ എന്ന് പറയുന്നത്. ഗാന്ധിജി ആ സമുദായക്കാരനായിരുന്നു, അറിയാം, ബാനിയ വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു. ഇത് നമ്മളൊരു ഗാർഡൻ പ്ലാന്റായിട്ട് വരുന്നതാണ്. ഹാമേലിയ പാറ്റൻസ്, വിടരാപ്പൂവ് എന്ന് പറയും. പൂവ് വിടരാത്തതുപോലെ ഉണ്ടാകും. സൂചിമുഖി പക്ഷികളൊക്കെ അതിൽ തേൻ കുടിക്കാൻ വേണ്ടി വരും, നിറയെ വരും. ഡെല്ലീനിയ പെൻഡഗന, വാഴപ്പുന്ന, പട്ടിപ്പുന്ന എന്നൊക്കെ പേര് പറയും. വാഴപ്പുന്ന എന്ന് പേര് വരാൻ കാരണം അതിൻ്റെ ലീഫ് ചെറിയ വാഴേൻ്റെ ഒരു മിനിയേച്ചർ ഇല്ലേ, വാഴേൻ്റെ ഇലേൻ്റെ മേലെയുള്ള പാറ്റേൺസ് പോലെ ഇല്ലേ, അതുകൊണ്ട്. ഇതിൻ്റെ കായകൾ മലയണ്ണൻ്റെ പ്രധാനപ്പെട്ട ഭക്ഷണമാണ്. വെളുത്തുള്ളിച്ചെടിയുണ്ട് താഴെ, വെള്ളുള്ളിച്ചെടി, വെളുത്തുള്ളിയുടെ മണമുള്ള ഇല. ഇത് ബിഗ്നോണിയസിൽ വരുന്നത് വെളുത്തുള്ളി വള്ളി. ഈശ്വരമുല്ല, കരളകം, കുടുക്കമൂലി, പത്തിതാഴ്ത്തി, ഗരുഡക്കൊടി എന്നൊക്കെ പറയും. ഇത് അരിസ്റ്റലോക്കിയ ഇൻഡിക്ക. 3 ബട്ടർഫ്ലൈസ് എല്ലാം നമ്മളെ ബേർഡ് വിങ് 3 വരും. ഗരുഡക്കൊടി എന്നുള്ള പേരിൽ നിന്നാണ് നമ്മൾ മലയാളത്തിൽ ഗരുഡശലഭം, ഒരു പക്ഷിയുടെ പക്ഷിച്ചിറകൻ എന്നുള്ളൊരു പേരാണ് പക്ക ട്രാൻസ്ലേഷൻ വരിക, ബേർഡ് വിങ്. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ട് ഗരുഡക്കൊടിയുടെ പേരുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെയാണ് ഗരുഡശലഭം എന്ന് മലയാളത്തിൽ പേര് കൊടുത്തത്. നമ്മൾ ആ പേര് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ പറക്കുന്ന രീതി, അതുപോലെ ലാർവ ഭക്ഷണ സസ്യത്തിൻ്റെ പ്രത്യേകത, പിന്നെ ലുക്ക്, അങ്ങനെയുള്ള കുറേ മാനദണ്ഡം വെച്ചിട്ടാണ് ഈ ആദ്യം 55 ചിത്രശലഭങ്ങൾക്കാണ് ആദ്യം പേര് കൊടുത്തത്. പിന്നീട് നമ്മൾ പുസ്തകം ചെയ്യുന്ന സമയത്ത് ഒരു കേരളത്തിലെ ചിത്രശലഭങ്ങളുടെ ഒരു ഫോട്ടോ ഫീൽഡ് കേടിയ സമയത്ത് 138 സ്പീഷീസിന് പേര് കൊടുത്തു. ഈ മൃഗശാല പുത്തൂരിലേക്ക് മാറാൻ പോകുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. കുറച്ച് കാലമായിട്ട് ഇവിടെ നിന്ന് മൃഗങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം, വികസനത്തിൻ്റെ വക്താക്കൾ തീർച്ചയായിട്ടും ഇവിടുത്തെ വ്യവസായികളൊക്കെ കൂടി ഇതിനെ വെട്ടുകിളികളെ പോലെ തിന്നു തീർക്കും എന്നുള്ളത് ഞങ്ങൾക്ക് തോന്നി. കാരണം നമുക്കറിയാം, ഒരു ഹാർട്ട് ഓഫ് സിറ്റിയിൽ സെൻട്രലിൽ നിൽക്കുന്ന ഒരു കേന്ദ്രം എന്ന നിലയ്ക്ക്, ഒരു സ്ഥലം എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും വലിയ തരത്തിലുള്ള വെട്ടുകിളികൾ ഇവിടെ വന്ന് പാറി പറന്ന് ഇത് മുഴുവനും മാറ്റി തീർക്കും എന്നുള്ളൊരു വലിയ ഒരു ചിന്ത, അത്തരത്തിലുള്ള ഒരു കാര്യം ഞങ്ങൾ ഒന്ന് ഫോർസി ചെയ്യുകയും അതിൻ്റെ ഭാഗമായി ഇത്
എല്ലാവരുടെ ശ്രദ്ധയിലേക്കും കൊണ്ടുവരണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. 4 ലക്ഷത്തോളം ജനങ്ങളാണ് ഇവിടെ ചുറ്റും ജീവിക്കുന്നത്. അവർക്ക് അവരുടെ സ്ട്രെസ്സ് കുറയ്ക്കാനും അവരുടെ ശ്വസിക്കാനും ഉള്ള ഒരു വായുവൊക്കെ കിട്ടാൻ പറ്റുന്ന തരത്തിലേക്ക് ഈ പ്രദേശം നിലനിൽക്കണം. അതിന് ഒരുപക്ഷെ ഞങ്ങളുടെ പഠനം അതിനൊരു ഭാഗമായി തീർച്ചയായിട്ടും ബാലകൃഷ്ണ സാറിനെ പോലുള്ള ആൾക്കാർ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ പ്രാധാന്യത്തെ കുറച്ചും കൂടി ആഴത്തിൽ കൊണ്ടുവരും. അത് ഒരുപക്ഷെ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ഇതൊരു വലിയ ഈ രാജ്യത്തിനെ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ പ്രവർത്തനമാണ് ഓരോ പച്ചപ്പും. അതിനുള്ള ഒരു സമരപാതയായിട്ട് ഈ കൂട്ടായ്മ വളരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.